മുണ്ടേമാട് ദ്വീപ് പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിനും പ്രാദേശിക വനജീവിത നിലവാരം ഉയർത്താനും മുണ്ടേമാട് പാലം സഹായമാകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 11 മീറ്റർ വീതിയും നടപ്പാതയുമുള്ള മുണ്ടേമാട് പാലം ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം വിനോദസഞ്ചാര സാധ്യതകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. അധികാരത്തിലെത്തിയതിനു ശേഷം സംസ്ഥാനത്ത് 150-ലധികം പാലങ്ങൾ ഇതിനകം നിർമ്മിച്ചതായി മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ പ്രഖ്യാപിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. മറ്റ് സാമൂഹിക പെൻഷൻ ഒന്നും കിട്ടാത്ത 33 ലക്ഷത്തോളം വരുന്ന വീട്ടമ്മമാർ 1000 രൂപ ഇനി മാസം ലഭ്യമാകും. ഭർത്താക്കന്മാർ എത്ര സ്നേഹമുണ്ടെങ്കിലും ചില സ്വന്തം ആവശ്യത്തിന് കൈനീട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമാണ്. ഇനി കേരളത്തിലെ സ്ത്രീകൾക്ക് അതിന്റെ ആവശ്യമില്ല. സർക്കാർ എല്ലാ മാസവും പെൻഷനായി കൈകളിലെത്തിക്കും. ഇത് മാത്രമാണോ? സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി ലോകത്തിന് മാതൃകയാകാവുന്ന ഈ പ്രഖ്യാപനം മാത്രമല്ല, കേരളത്തിൽ 60 ലക്ഷത്തോളം വരുന്നവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. 2016 ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 600 രൂപ ആയിരുന്നു ക്ഷേമ പെൻഷൻ. പിന്നീട് കൂട്ടി 1600 ഇപ്പോൾ അത് 2000 രൂപ മാസം ഇനി ക്ഷേമ പെൻഷനായി കേരളത്തിൽ ജനങ്ങളുടെ 60 ലക്ഷം വരുന്ന മനുഷ്യരുടെ കൈകളിലെത്തും. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ മുഹമ്മദ് റാഫി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP രവീന്ദ്രൻ, വാർഡ് കൌൺസിലർമാരായ P കുഞ്ഞിരാമൻ, T സുഭാഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത സ്വാഗതവും പൊതുമരാമത്ത് വകുപ്പ് കാസർഗോഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K രാജീവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.